MLA ഇപ്പോൾ അല്പസമയത്തിനകം എത്തുമോ ഇങ്ങോട്ടേക്ക്? നമ്മളൊരു ഒരു ഒരു 11 മണിക്ക് ശേഷം ഇവിടേക്ക് എത്തിക്കാൻ പറ്റും. നമ്മൾ പറഞ്ഞതിനൊക്കെ 1 മണിക്കൂർ നേരത്തെ തന്നെ പോസ്റ്റ്മോർട്ടം നടപടിയെല്ലാം പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉടനെ തന്നെ എത്തിക്കാൻ പറ്റും. നമുക്കൊരു 1 മണിക്കൂർ നേരെ ഇവിടെ പൊതുദർശനം കഴിഞ്ഞിട്ട് ഇവിടുന്ന് കൊണ്ടുപോകാമെന്നാണ് വിചാരിക്കുന്നത്. ആംബുലൻസ് ഉൾപ്പെടെയുള്ള 5 ആംബുലൻസ് പോകാനും അതിൻ്റെ കൂടെ മെഡിക്കൽ കോളേജിൽ പ്രതിനിധീകരിച്ച് ഓരോ ആളുകൾ പോകാനും ഒക്കെയുള്ള കാര്യമെല്ലാം തീരുമാനിച്ചെല്ലാം. സർക്കാർ ആംബുലൻസുകളിൽ തന്നെയാണോ ഓരോ പ്രദേശത്തേക്ക് മൃതദേഹങ്ങൾ എത്തിക്കുന്നത്? ആംബുലൻസ് എല്ലാം ജില്ലാ ഭരണകൂടം, ഇവിടെ 2 ആംബുലൻസ് ഉണ്ട്, അത് പോരാതെ 3 എണ്ണം കൂടി എക്സ്ട്രാ ജില്ലയിൽ നിന്ന് തന്നെ മറ്റ് ആംബുലൻസും അതുപോലെ ഫ്രീസറും 5 ഫ്രീസറും തയ്യാറാക്കിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നവരെ ഇവിടെ കൊണ്ടുപോകുന്ന ഇവിടുന്ന് ഫ്രീസറിൽ കയറ്റിയിട്ട് നാട്ടിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആലോചിക്കുന്നത്. പാലക്കാട്, കണ്ണൂർ ഉൾപ്പെടെയുള്ള ദൂരത്തേക്ക് പോകുന്ന വാഹനത്തിന് ഒരു പോലീസ് എസ്കോർട്ട് കൂടി കൊടുക്കാൻ വേണ്ടിയുള്ളൊരു കാര്യം കൂടി ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്, സ്പീഡിൽ ചെല്ലാൻ വേണ്ടിയിട്ട്. ഇന്ന് തന്നെ പാലക്കാട് വൈകുന്നേരം 6 മണിക്കുള്ളിൽ എത്തണം എന്ന നിലയ്ക്ക് ആ ബന്ധുക്കൾ പറഞ്ഞു. അപ്പോൾ ഒരു പോലീസ് എസ്കോർട്ട് കൂടി കൊടുക്കാൻ പറ്റുന്ന കാര്യം കൂടി ആലോചിക്കുന്നുണ്ട്. എല്ലാവരുടെയും സംസ്കാര നടപടികൾ എന്ന് തന്നെ ഉണ്ടാകുമ്പോൾ മധ്യപത്രത്തിലൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ടോ? എന്താണ് ഒരു സാഹചര്യം? 2 പേരുടെയാണ് പറഞ്ഞത്. പാലക്കാട് ഇന്ന് വൈകുന്നേരം 6 മണിക്കുള്ളിൽ ചെല്ലണമെന്ന് പറഞ്ഞു. പിന്നെ ലക്ഷദ്വീപുകാരനെ കൊച്ചിയിലാണ് അടക്കം ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതിനുവേണ്ടിയാണ് ഇപ്പോൾ ഇന്ന് തന്നെ അടക്കം ചെയ്യുന്നു എന്നതിലേക്ക് ബന്ധുക്കൾ പറഞ്ഞത്. എല്ലാം ബാക്കി ഇപ്പോൾ സമയം പറഞ്ഞില്ല. എന്തായാലും ഇവിടെ നമുക്കൊരു 1 മണിക്കോടുകൂടി ഇവിടുന്ന് 5 മൃതദേഹങ്ങളും ഇവിടുന്ന് യാത്രയാക്കാൻ പറ്റും എന്നുള്ള നിലയിലാണ് നമ്മളിപ്പോൾ ആലോചിക്കുന്നത്. താങ്കൾക്ക് ഈ ക്യാമ്പസുമായിട്ട് വലിയ ഒരു ആത്മബന്ധമുണ്ട്. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് അങ്ങ് താമസിക്കുന്നത്. അപ്പോൾ ഒരു വലിയ ആത്മബന്ധമുണ്ട്. അങ്ങനെയുള്ള ആത്മബന്ധമുള്ള ക്യാമ്പസിലാണ് ഇത്തരം ഒരു ദാരുണമായ അപകടം ഉണ്ടായിട്ടുള്ളത്. ഈ ക്യാമ്പസിനെ കുറിച്ച് പറയുമ്പോൾ അങ്ങേക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നത് എന്താണ്? അതെ, ഞാനും ശരത്തുമെല്ലാം ഞങ്ങളുടെ ഒരു വിദ്യാഭ്യാസ കാലത്ത് നേരിട്ട് ഇവിടെ വന്നു പോയിട്ടുള്ളൊരു ക്യാമ്പസാണ്. എൻ്റെ വീട് ഇവിടെയാണ്. ശരത്തിൻ്റെ വീട് ഈ പഞ്ചായത്ത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു ബന്ധം നിശ്ചയമായ ഒരു ചെറിയ പ്രായം തൊട്ട് നമ്മൾ കണ്ടുവരുന്ന ക്യാമ്പസാണ്. നമുക്ക് ഒരു വല്ലാത്ത വേദന ഉണ്ടാക്കിയ ഒരു ദുരന്തമാണ് സംഭവിച്ചത്. അവരുടെ ജീവിതത്തിലേക്കൊരു വലിയ പ്രതീക്ഷയോടെ എത്തപ്പെടുന്ന കുട്ടികളാണ്. ഫസ്റ്റ് ഇയേഴ്സാണ്, 2 മാസം തികഞ്ഞില്ല അവരിവിടെ ജോയിൻ ആയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു വലിയ പ്രതീക്ഷ ഒന്ന് മുട്ടിട്ട് വരുന്ന സമയത്ത് തന്നെ കൊഴിഞ്ഞു പോയി എന്നുള്ളൊരു വളരെ പ്രയാസകരമായൊരു ഒരു ദാരുണമായൊരു അവസ്ഥയാണ് ആ കാര്യത്തിൽ. അപ്പോൾ ഈ ക്യാമ്പസിൻ്റെ ശിലാഫലകത്തിൽ 1963 ആർ ശങ്കർ തറക്കല്ലിട്ട ഒരു സ്വകാര്യ മേഖലയിൽ ആരംഭിച്ച മെഡിക്കൽ കോളേജാണ്. പിന്നീട് സ്വകാര്യ ആളുകൾക്ക് നടത്താൻ കഴിയാതെ അവർ പിന്നീട് സർക്കാരിനെ ഈ ക്യാമ്പസ് ഏൽപ്പിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ കൂടി ഒരു ചരിത്ര പശ്ചാത്തലം ഈ ക്യാമ്പസിനില്ലേ? അതെ, തിരുമല ദേവസ്വത്തിൻ്റെ ഉടമസ്ഥയിലുണ്ടായിരുന്ന സ്വകാര്യ മെഡിക്കൽ കോളേജാണ് ഈ പറഞ്ഞ നിലയിലേക്ക് അത് സർക്കാരിലേക്ക് കൈമാറി. അതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നെ ഇത് ഡെവലപ്പ് ചെയ്ത് ഇന്നിപ്പോൾ കേരളത്തെ ഏറ്റവും എല്ലാ സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യമുള്ള ഏറ്റവും പ്രധാന ഹോസ്പിറ്റലായിട്ട് ഇപ്പോൾ വളർന്നു വന്നിട്ടുള്ളത്. ആ മാനേജ്മെൻറ്റ് വളരെ പോസിറ്റീവായി സമൂഹത്തിന് വേണ്ടി അത് സംഭാവന ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ആശുപത്രിയുടെ ഒരു ചരിത്രം. വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിനു മുമ്പ് ഒരു 2 കുട്ടികൾ ഒരേ സമയം മരണപ്പെട്ട ഒരു സംഭവം മുൻപുണ്ടായിട്ടുണ്ട്, അപകടത്തിൽ തന്നെ മെഡിക്കൽ വിദ്യാർത്ഥികൾ. പക്ഷേ 5 പേർ എന്നുള്ളത് നമുക്കൊരു മനസ്സുകൊണ്ട് അങ്ങോട്ടൊരു പാകപ്പെടാത്ത പോലെയുള്ളൊരു വിഷമസ്ഥിതിയാണ്. കോളേജ് ക്യാമ്പസിൻ്റെ ചരിത്രത്തിൽ അങ്ങയുടെ ഓർമ്മയിൽ ഈ ക്യാമ്പസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറെ ആത്മബന്ധം പുലർത്തുന്ന ഒരാളെന്ന നിലയിൽ കൂടി ഈ ക്യാമ്പസിൻ്റെ ചരിത്രത്തിൽ ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത് ആദ്യമായിരിക്കും അല്ലേ? അല്ല, 2 ആൾ മരണപ്പെട്ടൊരു അപകടം മുൻപുണ്ടായിട്ടുണ്ട്. ഇത് പക്ഷേ ഇത്രയും പേർ 5 ആളുകൾ ഒരുമിച്ച് മരണപ്പെട്ടത് ആദ്യമായിട്ടാണ്. അതാണ് ഒരു വല്ലാത്തൊരു പ്രയാസകരമായ ഒരു സാഹചര്യം. ഒരാൾ മരണപ്പെട്ട ബൈക്ക് അപകടം മുൻപുണ്ടായിട്ടുണ്ട്. ഒരു ഉയർന്ന നമ്പർ മരണപ്പെട്ട് 2 പേർ മരണപ്പെട്ടതാണ് ഉണ്ടായിട്ടുള്ളത്. കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. പക്ഷേ ഇതാണൊരു വലിയ നമ്പറായി ഈ ഒരു ദാരുണമായൊരു അവസ്ഥയിലേക്ക് വന്നു ചേർന്നത്.